ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫ്രിൻഷാസ് വേൾഡ്. അപ്പം നമ്മളുടെ ഡെസേർട്ട് ക്യാമ്പിൻ്റെ പാർട്ട് 2 ആണ് ഇന്നത്തെ വീഡിയോ. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ എല്ലാവരെയും സെറ്റാക്കിയിട്ട് അവർ കുറച്ച് പേര് ഭക്ഷണം കഴിക്കാൻ പോയി. ബാക്കി നമ്മളെല്ലാവരും കൂടെ ഇങ്ങോട്ട് പോന്ന് നമ്മളെ ടെൻറ്റ് ക്യാമ്പിങ്ങിന് പോന്ന്. ഇവിടെ ഒരു മല പോലുള്ള ഭാഗത്താണ് നമ്മൾ ക്യാമ്പ് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നില്ലേ, എല്ലാവരും ആദ്യം പോന്നിരുന്നു. അപ്പോൾ അവർ ഓൾറെഡി ഇവിടെ വന്ന് കുറേശ്ശൊക്കെ സെറ്റാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളും എത്തി. ഞങ്ങൾ എത്തിയെങ്കിലും എനിക്ക് കൂടുതലൊന്നിൽക്കും എൻഗേജ്ഡ് ആവാൻ പറ്റിയിരുന്നില്ല. കാരണം എനിക്ക് ബ്രീത്തിങ് ഇഷ്യൂ ഉള്ള ആരും എന്നെ കൊണ്ട് അധികമൊന്നും ചെയ്യിപ്പിച്ചിരുന്നില്ല. അപ്പോൾ ഇവിടെ കസിൻസൊക്കെ തന്നെ ആ ചിക്കനൊക്കെ എന്താ പറയുക കഴുകി വൃത്തിയാക്കി മസാല ഒക്കെ പരട്ടാനുള്ള പരിപാടിയിലാണ്. ഒരു ടെൻറ്റ് നമ്മൾ വരുമ്പോഴേക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ ടെൻറ്റ് ഇമ്മല് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അച്ചുവും ഇക്കയും. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ കുക്കാണ് ഐഷ മാം, അഞ്ജു മാം ആൻഡ് ദ CEO ഓഫ് ബ്ലൂബെറി മിസ്റ്റർ ഫഹദ്. കുട്ടികളൊക്കെ ഇവിടെ എത്തിയപ്പോഴേക്കും കളി തുടങ്ങി. മണ്ണ് കണ്ടപ്പോൾ അവർക്ക് കൊതിയായിട്ട് നിൽക്കുക, കളി ഉണ്ടായിരുന്നില്ല. ആ കാണുന്നതാണ് നമ്മളുടെ ക്യാമ്പ്. അവിടെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഉപ്പയും ഉമ്മയും അവരൊക്കെ അവിടെ നിന്ന് ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ നല്ല തണവായി തുടങ്ങി. ഞാൻ വിറച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ തീയൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്രില്ലിങ്ങിൻ്റെ സംഭവം അവിടെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആശുവിനെ സുലൈമാനി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നാല് ടെൻറ്റുകളും റെഡി ആയിട്ടുണ്ട്. 3 കപ്പിൾസും 2 ബാച്ചിലേഴ്സിനും വേണ്ടിയുള്ള ടെൻറ്റുകളാണ് ഇട്ടത്. ഇന്നത്തെ നൈറ്റ് ഫുള്ള് ഞങ്ങൾ ഈ ടെൻറ്റുകളിലായിരിക്കും. തണവൊക്കെ കൂടുതലുണ്ടെങ്കിൽ എന്താവോ എന്തോ. ചാർക്കോളൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രില്ലിങ്ങിന് വേണ്ടിയിട്ട്. ഇത് വലിയ ചാർക്കോൾ കാരണം തീ പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ച് ടൈം എടുത്ത്. ഇതിന് മുൻപ് ഒരു തവണ ഇതേപോലെ തന്നെ നമ്മൾ ടെൻറ്റൊക്കെ ആയിട്ട് ഇതേപോലെ ക്യാമ്പിങ്ങിന് പോയെങ്കിലും നമ്മളൊരു 3 മണി 4 മണി ആയപ്പോഴും മതിയായിട്ട് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ നമ്മൾ പോകുന്നില്ല കേട്ടോ. ഇത്തവണ നമ്മൾ സ്റ്റേ ചെയ്ത്. ഇത്തവണ അടിപൊളിയായിരുന്നു. അന്നത്തെ പോലെ അത്രക്ക് തണവുണ്ടായിരുന്നില്ല. അന്ന് ഒരു രക്ഷയില്ലാത്ത തണവായിരുന്നു. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗ്രില്ലിങ്. അപ്പം ഞാൻ ഫസ്റ്റത്തേൽ തന്നെ വേഗം ഫുഡ് അടിച്ച് വേഗം ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി. കാരണം എനിക്ക് തണവ് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ബ്രീത്തിങ് ഇഷ്യൂ കൂടെ ഉണ്ടാകുന്ന കരുതിങ്ങേറ്റ് ഞാൻ വേഗം സൈഡായി. ഉപ്പയുമ്മയൊക്കെ വന്നു. ഉപ്പയുമ്മയും ഭക്ഷണമൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഉമ്മ ഓറഞ്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും തൊലി പൊളിച്ചു കൊടുത്ത് നല്ല മധുരമുള്ള നല്ല സൂപ്പർ ഓറഞ്ചായിരുന്നു. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ഞാൻ പതുക്കെ മുങ്ങി അവിടെ നിന്ന്. കാരണം എനിക്കിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഷാനൊക്കെ വന്നിട്ട് എനിക്ക് മരുന്നൊക്കെ എടുത്ത് തന്ന്. അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ കിടന്നു. ഉപ്പയും ഒക്കെ എപ്പോൾ പോയിന്നൊന്നും ഞാൻ കണ്ടില്ല. Ara.
ഗൈസ്, ഗുഡ് മോർണിംഗ് ഒമാൻ. അപ്പം നേരം വെളുത്തു, ഞാനിതാ ഉണർന്നു. ഞങ്ങളെല്ലാവരും എണീറ്റു. ഉണ്ണിയുടെ കരച്ചിൽ കേട്ടിട്ട്, കസിൻ്റെ മോൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ് എണീറ്റെന്ന് വെച്ചാൽ ബഗ്ഗി പോണ സൗണ്ട് കേട്ടിട്ട് അവൻ പേടിച്ചിട്ട് വെളുപ്പിനെ തുടങ്ങി ഭയങ്കര കരച്ചിലായിരുന്നു. പൊതുവെ ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല രാത്രി, കാരണം കിടന്നപ്പോൾ തന്നെ 3-4 മണിയായി. പിന്നെ 5 മണിയായപ്പോഴേക്കും ഉണ്ണി കരഞ്ഞ് അങ്ങനെ എണീറ്റ്. അപ്പോൾ ഇതേ ഇവിടെ ഹോട്ട് ബലൂണ് പുറപ്പെടാൻ പോകുന്നുണ്ട്. അതിൽ കുറേ ആൾക്കാരും പിന്നെ സുൽത്താൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ടാണ് ഹോട്ട് ബലൂൺ പറക്കണത്. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ ക്യാമ്പിലേക്ക് പോയി. ക്യാമ്പിൽ പോയി ഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ടേ എല്ലാവർക്കും വാഷ്റൂമിലൊക്കെ പോകണമല്ലോ. അപ്പോൾ നമ്മളിൽ ടെമ്പററി വാഷ്റൂം ഉണ്ട്, എന്നാലും ക്യാമ്പ് തൊട്ടടുത്ത് തന്നെ കാരണം നമ്മളെല്ലാവരും അങ്ങോട്ട് പോകും. ഷൂ എന്തടാ? നിഴല് വരുന്ന സ്ഥലത്ത് നിഴല്. ഇന്നലെ നൈറ്റ് ഫുഡൊക്കെ ഉണ്ടായിരുന്നില്ലേ, അത് ഇവിടെയാണ്. ഭയങ്കര സൗണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളുടെ ഡെസേർട്ടിൽ കൂടെ ഭയങ്കരമാണ് ആ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വരയാടുണ്ട് കേട്ടോ. നമ്മളുടെ എന്താ പറയുക, ഇവരുടെ ക്യാമ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ സ്റ്റാച്യു ഉണ്ട് വരയാടിൻ്റെ. വരയാട് തന്നെയാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. മറ്റേ കൊമ്പൊക്കെ ഉള്ളൊരാടില്ല, വളഞ്ഞ കൊമ്പുള്ളൊരാട്, അതാണ് സംഭവം. അത് പറയുന്നത് എല്ലാവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇന്നലെ തന്നെ ഇവിടെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഫ്രഷായിട്ട് നേരെ ഇവിടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നല്ല ലാവിഷ് അറബിക് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മളുടെ പാർട്ട് 2 ഡിസേർട്ട് ക്യാമ്പിങ്ങിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. ഇനി പാർട്ട് 3യുമായിട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ വരാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ, ബൈ ബൈ, സീ യു.